വാച്ച് നിങ്ങൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ കെട്ടിയിരിക്കുന്ന വാച്ച് ഭൂരിഭാഗം ആൾക്കാർ ഇടത് കൈയിലാണ് കെട്ടാറുള്ളത്. ഒന്ന് അഴിച്ചിട്ട് അതിനെ ഒന്ന് വലത് കൈയിലേക്ക് ഒന്ന് ആക്കുക. ഞാൻ തന്നെ ഒന്ന് ചെയ്തു നോക്കട്ടെ. ഏത് കയ്യിലാണോ മറ്റു കൈയിലേക്ക് ഒന്ന് മാറ്റുക. ചെയ്തു നോക്കിയോ? അതോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്ത് തോന്നുന്നു? ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. ഒന്ന്, ഈ വാച്ചിന് ഇത്രയും ഭാരം ഉണ്ടായിരുന്നു, ഇത് ഇവിടെ തന്നെയാണോ കെട്ടേണ്ടത്? തിരിച്ചങ്ങോട്ട് തന്നെ കെട്ടണ്ടേ? ഞാനൊരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, 15, 20, 30 മിനിറ്റ് നിങ്ങൾ ഈ വാച്ച് അവിടെ കെട്ടിവെക്കുക. എത്ര നേരം കഴിഞ്ഞാലും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്കൊരു കമാൻഡ് തന്നുകൊണ്ടിരിക്കും, ഇത് ഇപ്പുറത്തെ കയ്യിലേക്ക് മാറ്റാൻ പറയും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഈ വാച്ചിന് ഭാരം തോന്നുന്നത്? ഇത്ര നേരം ഇല്ലായിരുന്ന ഭാരം എന്തുകൊണ്ടാണ്? ഇതൊരു ഡിസ്കംഫോർട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് പറയുന്നത് ഫെമിലിയാരിറ്റി സോൺ എന്ന് പറയും. ഈ ഫെമിലിയാരിറ്റി സോണിന് പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബ്രെയിൻ വളരെയധികം അസ്വസ്ഥനാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിന് ചുറ്റും 8 ചെയർ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും ഒരു ചെയർ തന്നെ ഇരുന്നല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുക. മറ്റൊരു ചെയറിലേക്കൊന്ന് മാറിയിരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ പ്രശ്നം ഉണ്ടാകും. കാരണം അത് ഫെമിലിയർ അല്ല. ഫെമിലിയർ അല്ലാത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ബ്രെയിനിന് കണ്ടമാനം എനർജി കൺസ്യൂം ചെയ്യേണ്ടി വരും. ഇതിപ്പോ എന്റെ ബ്രെയിൻ ഇങ്ങനെ എനർജി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഏകദേശം 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ടെന്ന് പറയാം. ഈ ന്യൂറോൺസ് ഫയർ ചെയ്യുന്നു. വാച്ച് ഈ കയ്യിൽ കെട്ടുമ്പോൾ ഫയർ ചെയ്തുകൊണ്ടിരുന്ന അല്ലാത്ത വേറൊരു ബഞ്ച് ഓഫ് ന്യൂറോൺസ് ഫയർ ചെയ്തു തുടങ്ങി. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ പവർ ഒന്ന് മനസ്സിലാക്കാനും ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിലാക്കാനാണ്. ഫെമിലിയാരിറ്റി സോൺ. പുതുതായി എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് തോന്നാം. പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ